പ്രവാചക പഠന ആമുഖമായി പറയേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പ്രവാചക പഠനത്തിൻ്റെ അവതരണ രീതി മാത്രം ഞങ്ങൾ വിശദീകരിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 8 പ്രവാചക പ്രമുഖന്മാരെയാണ്. ഇവർ ക്രിസ്തുവിന് മുൻപ് BC 931 മുതൽ BC 575 വരെയുള്ള കാലഘട്ടത്തിൽ കാനാൻ നാട്ടിൽ ദൈവത്തിന്റെ സന്ദേശം അറിയിച്ച ഇവരിൽ നാം ആദ്യം കാണുന്ന 4 പേർ കാനാൻ നാട്ടിലെ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ദൈവിക സന്ദേശം അറിയിച്ചവരും, പിന്നീട് നാം കാണുന്ന 4 പേർ കാനാൻ നാട്ടിലെ തെക്കൻ രാജ്യമായ യൂദായിൽ ദൈവിക സന്ദേശം അറിയിച്ചവരുമാണ്. ഓരോ രാജ്യത്തിലും അവർ സന്ദേശം അറിയിച്ച ക്രമത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇന്നത്തെ പ്രവാചക പഠനത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യമായി തന്നെ എല്ലാ ഗ്രൂപ്പുകളും അവരുടെ പ്രവാചകന്റെ ജീവചരിത്രം ചുരുക്കത്തിൽ അവതരിപ്പിക്കും. രണ്ടാം ഭാഗമായി എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലെയും ചില സുപ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ദൃശ്യാവതരണമായിരിക്കും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുക. ആദ്യ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന ജീവചരിത്ര ചുരുക്കം ഓരോ ഗ്രൂപ്പുകളും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ദൃശ്യരചനാ മാധ്യമങ്ങളുടെ വ്യത്യസ്ത രീതികൾ അവലംബിച്ചായിരിക്കും അവതരിപ്പിക്കുക. അത് ഈ വർഷത്തെ മാത്രം പ്രത്യേകതയാണ്. ഓരോ പ്രവാചകന്റെ ജീവിതത്തിലെയും സന്ദർഭങ്ങൾ സന്ദർഭോചിതമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവൂ. ഇന്ന് നാം ആദ്യമായി കാണാൻ പോകുന്നത് വടക്കൻ രാജ്യമായ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഏലിയ പ്രവാചകനെയാണ്. സ്വന്തമായ ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ലാത്ത ഏലിയ പ്രവാചകന്റെ ജീവിതകാലം BC 900-നും 850-നും മധ്യേ ഇസ്രായേൽ രാജാക്കന്മാരായിരുന്ന ആഹാബ്, അഹാസിയ എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് നാം ഏത് സ്ഥാപനത്തിൽ ചേരാൻ ചെന്നാലും ഒരു ചെറിയ റാഗിംഗ് പതിവാണ്. സ്വർഗവും അതിന് അപവാദമല്ല. ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയ പ്രവാചകനെ മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിൽ മാലാഖവൃന്ദം റാഗ് ചെയ്യുന്നത് കാണണ്ടേ? ഒന്ന് കണ്ടു നോക്കാം. ഏലിയായുടെ സമയം ആഗതമായിരിക്കുന്നു. അവൻ ഇപ്പോൾ തന്നെ നമ്മോടൊപ്പം ചേരേണ്ടതുണ്ട്. യാഹ്വേയുടെ കൽപ്പന ലഭിച്ചു കഴിഞ്ഞു. ഏലിയായെ ശരീരത്തോടു കൂടി തന്നെ ഇവിടെ എത്തിക്കണം എന്നാണ് യാഹ്വേ അറിയിച്ചിരിക്കുന്നത്. റപ്പായേൽ, നീയും നിന്റെ ഒരു കൂട്ടം മാലാഖമാരും ഭൂമിയിലേക്ക് പോയി ഏലിയായെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ രഥവും കൊണ്ടുപോയിക്കൊള്ളുക. മിഖായേൽ പ്രഭു, ഇപ്പോൾ സ്വർഗത്തിലെത്തുന്ന ഈ ഏലിയ ആരാണ്? ഭൗതിക ശരീരത്തോടു കൂടെ തന്നെ സ്വർഗത്തിലെത്തുവാൻ മാത്രം എന്ത് സവിശേഷതയാണ് ഏലിയായ്ക്കുള്ളത്? ഏലിയ വരട്ടെ, നമുക്കത് ഏലിയായെ കൊണ്ട് തന്നെ പറയിക്കാം. ഞാൻ മിഖായേൽ മാലാഖ, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ആത്മാക്കളുടെ ചുമതല എനിക്കാണ്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും ആദ്യം സ്വയം പരിചയപ്പെടുത്തണം. കൂടെ തന്നെ ഭൂമിയിൽ നിങ്ങൾ ചെയ്ത എല്ലാ പ്രധാന കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുകയും വേണം. ഇപ്പോൾ നിനക്ക് അതിനുള്ള സമയമാണ്. സ്വയം പരിചയപ്പെടുത്തൽ ആരംഭിച്ചുകൊള്ളുക. ഞാൻ ഏലിയ. ഈശോയ്ക്ക് 900 വർഷങ്ങൾക്ക് മുമ്പ് കാനാൻ നാട്ടിലെ വടക്കൻ രാജ്യമായ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു സാധു കർഷകനാണ് ഞാൻ. ആഹാബ്, ആഹാസിയ എന്നീ 2 രാജാക്കന്മാരാണ് എൻ്റെ കാലത്ത് ഇസ്രായേൽ ഭരിച്ചിരുന്നത്. ഞാനൊരു ഉറച്ച യാഹ്വേ ഭക്തനായിരുന്നു. കർത്താവ് തന്ന 10 കൽപ്പനകൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ചിരുന്നു, എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആഹാബ് അങ്ങനെയായിരുന്നില്ല. അവൻ
യാഹ്വയിൽ വിശ്വസിച്ചിരുന്നില്ല. ബാൽ ദേവന്മാരെ ആരാധിച്ചിരുന്നു. യാഹ്വയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മറ്റ് രാജാക്കന്മാരുമായി സമാധാന ഉടമ്പടികൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആഹാബിൻ്റെ ഈ യാഹ്വേ വിരുദ്ധ പ്രവൃത്തികൾ തെറ്റാണെന്ന് ഞാൻ പരസ്യമായി കൂട്ടുകാരോട് പറയുമായിരുന്നു. എൻ്റെ ഈ ഉറച്ച നിലപാട് നാട്ടിൽ രാജാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ആ സംഭവം ഉണ്ടായി. അന്നൊരു ദിവസം ഞാൻ വയലിൽ പണിയുകയായിരുന്നു. പെട്ടെന്ന് യാഹ്വയുടെ അരുളപ്പാടുണ്ടായി. ഏലിയ, ഏലിയ, ഇന്നു മുതൽ നീ എൻ്റെ പ്രവാചകനായിരിക്കും. എൻ്റെ കാലിൽ ഒരു തരിപ്പ്, അത് ശരീരം മുഴുവൻ വ്യാപിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എന്നിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഞാൻ ആകെ മാറി. ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ ജ്വലിച്ചു. യാഹ്വയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ആഹാബിൻ്റെ മുമ്പിൽ ഞാനല്ല സംസാരിച്ചത്, യാഹ്വയാണ് സംസാരിച്ചത്. ഞാൻ വാ തുറക്കുക മാത്രമാണ് ചെയ്തത്. ആഹാബിൻ്റെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയായി 3 വർഷം മഴ പെയ്യില്ല എന്ന ശക്തമായ ദൈവത്തിൻ്റെ നിർദ്ദേശം ഞാൻ അവനെ അറിയിച്ചു. കോപിഷ്ഠനായ ആഹാബ് എന്നെ വധിക്കാൻ തീരുമാനിച്ചു. ഞാൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഞാൻ ശരിക്കും മരിച്ചു എന്ന് ഞാൻ കരുതി. എന്നാൽ യാഹ്വേ ഇടപെട്ടു. കാക്കകൾ എനിക്ക് ഭക്ഷണം കൃത്യമായി എത്തിച്ചു തന്നു. കാക്കകൾ തരുന്ന ഭക്ഷണവും അരുവിയിലെ ജലവുമായിരുന്നു എൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു. അരുവിയിലെ ജലം വറ്റിപ്പോയി. ഞാൻ ശരിക്കും വിഷമിച്ചു പോയി. എന്നാൽ യാഹ്വയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സറാഫത്തിലെ ഒരു വിധവയുടെ അടുക്കൽ പോയി താമസിച്ചു. ഉള്ളത് പറയാതെ വയ്യ. ഞാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ കഴിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ധാരാളം അപ്പമുണ്ടായി. ആ വീട്ടിലെ പാത്രത്തിൽ പിന്നീട് ഒരിക്കലും അപ്പം ഇല്ലാതായിട്ടില്ല. യാഹ്വയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആ വിധവയുടെ മരിച്ചുപോയ മകനെ ഉയർപ്പിച്ചു. എല്ലാം യാഹ്വയുടെ പ്രവൃത്തി. ക്ഷാമത്തിൻ്റെ 3-ാം വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജകൊട്ടാരത്തിൽ ചെല്ലാൻ യാഹ്വേ എന്നോട് പറഞ്ഞു. ഞാൻ ചെന്ന് ആഹാബിനെ ബലിയർപ്പിക്കാൻ വെല്ലുവിളിച്ചു. അത് ഒരു മഹാസംഭവമായിരുന്നു. ബാലിൻ്റെ 400 പ്രവാചകന്മാർ കാർമൽ മലയിലെത്തി ബലിയർപ്പിച്ച് ഉറഞ്ഞു തുള്ളി പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഞാൻ യാഹ്വയ്ക്ക് ബലിയർപ്പിച്ച് തീർന്നില്ല. ഒരു മിന്നൽ പോലെ തീ വന്ന് എല്ലാം ദഹിപ്പിച്ചു. ഞാൻ വിറച്ചുപോയി. അതോർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ശരീരം തരിതരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ജനം ഇരച്ചു കയറി ബാലിൻ്റെ 400 പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജസബല്ല രാജ്ഞി കടുത്ത ബാൽ ആരാധികയായിരുന്നു. മഹാക്രൂരിയുമായിരുന്നു. അവൾ 24 മണിക്കൂർക്കകം എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഭയപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. ഈ തവണ ഞാൻ മരിച്ചു എന്ന് തന്നെ കരുതി. നല്ല മരണത്തിനായി ഞാൻ യാഹ്വയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ യാഹ്വേ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ മരിക്കാൻ സമയമായിട്ടില്ല. ഈ തവണ ദൈവദൂതന്മാർ തന്നെ എനിക്ക് ആഹാരം എല്ലാ ദിവസവും തന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാഹ്വേ എന്നോട് പറഞ്ഞു, ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ വിധിവാചകങ്ങൾ അറിയിക്കുക. യാഹ്വയുടെ ശിക്ഷ വളരെ കടുത്തതായിരുന്നു. ഞാൻ ആഹാബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെ വെച്ച് നായ്ക്കൾ നിന്റെ രക്തം കുടിക്കും. ജസബൽ രാജ്ഞിയോടും ഞാൻ പറഞ്ഞു, നിന്റെ ശരീരം ഈ വഴിയിൽ വെച്ച് നായ്ക്കൾ വലിച്ചു കീറും. അത് കഴിഞ്ഞപ്പോൾ യാഹ്വേ എന്നോട് പറഞ്ഞു, നീ ഇനി 2 കാര്യങ്ങൾ കൂടി ചെയ്യണം. അതിനുശേഷം നിനക്ക് വിശ്രമിക്കാം. ആഹാബിനെ വധിക്കാൻ സിറിയൻ രാജാവിനെ അഭിഷേകം ചെയ്യുക. മേലങ്കി ശരീരത്തിലിട്ട് എലീശോയെ നിന്റെ പിൻഗാമിയാക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്ത ശേഷം നിനക്ക് വിശ്രമിക്കാം. യാഹ്വയ്ക്ക് വേണ്ടി ഞാൻ സഹിച്ച കഷ്ടപ്പാടുകൾക്കും പ്രയത്നങ്ങൾക്കും എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്നറിയണ്ടേ? നിങ്ങളെപ്പോലെ എനിക്ക് മരണമുണ്ടായിട്ടില്ല. ശരീരത്തോടെ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹേനോക്കിന് ശേഷം ലോകത്തിലെ ആദ്യ സംഭവമായിരുന്നു അത്. അതുകൊണ്ടാണ് ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് 3 കൂടാരങ്ങളിൽ ഒന്നിൽ നിങ്ങൾ എന്നെ കണ്ടത്. ലോകാവസാന സമയത്ത് ഈശോയോടൊത്ത് ഞാനും ഉണ്ടാകും വിധി പ്രസ്താവിക്കുവാൻ. ബൈബിളിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി,
മറ്റ് പ്രവാചകന്മാരെ പോലെ ഞാൻ എൻ്റെ പേരിൽ സ്വന്തം പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല. എന്നെപ്പറ്റി വിശദമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16 മുതൽ 21 വരെ അധ്യായങ്ങൾ വായിക്കുക. എല്ലാം അതിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-2 അധ്യായങ്ങളിലും ഏതാനും വിവരങ്ങൾ ഉണ്ട്. എൻ്റെ ജീവിതകഥ കാണണോ? കുളർത്തൂർ മർത്തോമ വാർഡിലെ കുട്ടികൾ അത് പഠിച്ച് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. കാണുക. എല്ലാ ആശംസകളും. ലോകാവസാന ദിനത്തിൽ നമുക്ക് വീണ്ടും കാണാം. യാഹ്വേ ജയിക്കട്ടെ.